നിങ്ങൾ പഞ്ഞക്കർക്കിടകത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? ഇന്നല്ലേ അത് ചെയ്യേണ്ട ദിവസം. എല്ലായിടവും വീടും പരിസരമൊക്കെ വൃത്തിയാക്കി കർട്ടന്, ഫാന്, വീട്, നമ്മുടെ വീട്ടിലുള്ള മിച്ചം വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, പത്രം ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് വീടൊക്കെ നല്ല വൃത്തിയാക്കി കൃത്യമാക്കി അടുക്കിയും പെറുക്കിയൊക്കെ വെച്ചോ. സാധാരണ ഇന്നാണ് എല്ലാവരും ചെയ്യണേ അല്ലേ? ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പുതുവർഷമായിട്ടാണ് ചിങ്ങമാസത്തെ കണക്കാക്കുന്നത്. അപ്പം എന്നെന്താ പറയണേ, കർക്കിടക മാസത്തിൽ നമ്മൾ വീടെല്ലാം പഞ്ഞ കർക്കിടകം എന്നാണ് പറയുന്നത്. അതായത് കർക്കിടക മാസത്തിൽ സാധാരണ ഭയങ്കര മഴയായിരിക്കും. അപ്പം വീടിനകത്ത് തന്നെ എല്ലാവരും കുത്തിപ്പിടിച്ചിരിക്കും, പുറത്തൊന്നും പോവാതെ. മിഥുനമാസത്തിൽ നമ്മൾ ഭക്ഷണങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചേക്കും, കർക്കിടകത്തിലേക്കും കൂടെ ഉള്ളത്. എന്നിട്ട് നമ്മൾ കർക്കിടക മാസത്തിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ശരിക്കും റെസ്റ്റ് എടുക്കുന്ന സമയം. പിന്നെ ചിങ്ങമാസം തൊട്ട് നമ്മൾ കൃഷിപ്പണിയും അങ്ങനെയൊക്കെയുള്ള തുടങ്ങുന്നതുകൊണ്ടാണ് പണ്ടുള്ള കാലത്ത് ഇങ്ങനെ ഒരു റെസ്റ്റ് സമയം, അതായത് പഞ്ഞ കർക്കിടകം എന്നുള്ള ഇത് കൊടുത്തേക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ചിങ്ങം തൊട്ട് നമ്മൾ പണിയാൻ വേണ്ടി തുടങ്ങുമല്ലേ. അപ്പോഴത്തേനും ഈ കർക്കിടക മാസത്തിൽ നമ്മളപ്പം സാധാരണ ശരീരത്തിനുള്ള ചികിത്സകളൊക്കെ ചെയ്യും, അതായത് സുഖചികിത്സകൾ, ഉഴിച്ചില്, പിഴിച്ചില്, മരുന്ന് കഴിക്കല്, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എന്നാ, ഇപ്പം ഔഷധക്കഞ്ഞി പോലുള്ള കഞ്ഞികളൊക്കെ ഉണ്ടല്ലോ അല്ലേ, നമ്മൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, ഔഷധക്കൂട്ട് ഒക്കെ. അങ്ങനെയുള്ളതൊക്കെ കുടിച്ചും ഒക്കെ കഴിച്ചും ഒക്കെ നമ്മുടെ ശരീരം നമ്മൾ നല്ല ആരോഗ്യമുള്ളതാക്കി വെക്കും. അത് കഴിയുമ്പോൾ ചിങ്ങമാസം തൊട്ട് കൃഷിപ്പണിയായി, ഒരു ഓണം പിന്നെ വരുവായി, അങ്ങനെ മൊത്തം ഒരു സന്തോഷത്തിന്റെ കാലത്തിലേക്ക് കിടക്കുക അല്ലേ. കർക്കിടക മാസത്തിൽ മാത്രം അനങ്ങാണ്ടിരിക്കുന്ന ഒരു മാസമുള്ളൂ. അപ്പം സാധാരണ കർക്കിടക മാസത്തിൽ വീടെല്ലാം ക്ലീനാക്കും. ലാസ്റ്റ് ദിവസം ആകുമ്പോഴത്തേനും എല്ലാം ഒരു മാസം കൊണ്ട് നമ്മൾ വീടിനകത്തുള്ള വേസ്റ്റും എല്ലാം എടുത്തു കളഞ്ഞ് വീടൊക്കെ ഒരു വൃത്തിയാക്കി നല്ല ഐശ്വര്യമാക്കി ഇട്ടേക്കും. കാണാനും ഒരു രസമുണ്ട്, വീടിനകമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണമൊക്കെ കാണാൻ നല്ല രസമല്ലേ അല്ലേ. അങ്ങനെയാണ് സാധാരണ. പിന്നെയുള്ളത്, നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേസ്റ്റുകളെ നമുക്ക് എടുത്തു കളയാം കേട്ടോ. അതായത് അനാവശ്യമായ ചിന്തകളെ എടുത്തു കളയാം, കുശുമ്പ, അസൂയ, വെറുപ്പ് അങ്ങനെയുള്ളത് നമുക്ക് എടുത്തു കളയാം. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ഇഷ്ടങ്ങൾ, ഈ കാശൊക്കെ കളയുന്ന, അതായത് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് നിറയ്ക്കുന്ന ആ സ്വഭാവം മാറ്റുക. ഒരു മിനിമലിസം, ഒരു ലളിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കർക്കിടകത്തിലെ ആ വേസ്റ്റ് എടുത്ത് കളയുന്നതോടെ കൂടത്തിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ വേസ്റ്റും കൂടെ നമുക്ക് എടുത്തു കളയാം ഇല്ലേ. അത്യാവശ്യം ചുരുങ്ങി ജീവിക്കാൻ നമുക്ക് പഠിക്കാം ഈ ചിങ്ങം മാസം തൊട്ട്. അതായത് ഒത്തിരി ധാരാളിത്തമില്ലാതെ ലളിതമായി ജീവിക്കാനും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ശീലമാക്കാം. അതൊരു നല്ല കാര്യമാട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പുതുവർഷം തൊട്ട് നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് അതുപോലെയൊക്കെ മുന്നേറുക, അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇല്ലേ. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ അടുത്ത വർഷം, അതായത് ഈ ചിങ്ങം നമുക്ക് അടിപൊളിയായിട്ട് വരും. ഈ ഒരു പുതുവർഷമായിട്ടാണ്, അതായത് ഡിസംബറിൽ തൊട്ട് ജനുവരി വരുന്ന ന്യൂ ഇയർ പോലെ തന്നെയാണ് ചിങ്ങമാസം, മലയാള മാസം. പണ്ട് ചിങ്ങമാസമായിരുന്നു വലിയ കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഇല്ലേ. ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഓണം, ഭയങ്കര ഉത്സവങ്ങളുടെ കാലമായില്ലേ പിന്നെ ഇല്ലേ. വള്ളംകളി ഇല്ലേ, എല്ലാം ഇല്ലേ, ഓണത്തിന് അതുപോലെ ഒത്തിരി സംഭവങ്ങൾ വന്നില്ലേ. അപ്പം നമുക്കും ഇതിനൊക്കെ തയ്യാറെടുക്കാം ഇല്ലേ. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങനെ ചെയ്താലോ. നമ്മുടെ വീടും നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് ക്ലീനാക്കി നമുക്കും ഒന്ന് ഊർജ്ജസ്വലരാകാം. നമുക്ക് ഈ ചിങ്ങം പിടിക്കാം, ഡിസംബർ നമുക്ക് വേറെ പിടിക്കാം. അപ്പം ചിങ്ങത്തിൽ നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം കാണുക, കേൾക്കുക, പറയുക, ചിന്തിക്കുക, ചെലവുകൾ ചുരുക്കുക, നമ്മുടെ കയ്യിൽ പണം സേവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഉറപ്പാണ് നമുക്ക് പണക്കാരുമാകാം, സമ്പന്നരാകാം, സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഓക്കേ.